ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ്. നമ്മളിത് മോരുകറി വെക്കാൻ പോവാണേ. കട്ടിക്കുള്ള മോരുകറിയാണ്. വെള്ളരിക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് സബോളയും പച്ചമുളകും ഇട്ടിട്ട്. അപ്പം കുറച്ച് വെള്ളരിക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ നമുക്ക് ഒരു കറി അവർക്ക് നല്ലതാണ്. മോരുകറിയൊക്കെ കൊണ്ടുപോകും. 2-3 ദിവസത്തേക്ക് നമുക്ക് ചാറ് കറിയൊക്കെ കിട്ടും. ഒരു പ്രാവശ്യം കറി വെച്ചാൽ അപ്പോൾ അതിൻ്റെ കുറച്ച് തേങ്ങയൊക്കെ നമ്മൾ അരക്കണം. തേങ്ങയ്ക്ക് എന്തൊക്കെയാണ് സാധനം എന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പം നമ്മൾ തേങ്ങ ഒരു അരമുറി തേങ്ങയുള്ളൂ. അരമുറിയിൽ കുറവാണ് കേട്ടോ. അപ്പോൾ അരമുറി തേങ്ങയുണ്ട്, 5 വെളുത്തുള്ളി, സബോളയുടെ ചെറിയ ഇട്ടിട്ടുണ്ട്, പച്ചമുളകുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ജീരകമുണ്ട് കേട്ടോ, കരിവേപ്പിലയുണ്ട്. അപ്പോൾ ഇത്ര നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരക്കണം. നല്ല മയത്തിൽ നന്നായിട്ട് അരക്കണം. കുറച്ച് വെള്ളമോടെ ഒഴിക്കണേ. അപ്പോൾ നമ്മൾ അരച്ചു കൊണ്ടിടാം കേട്ടോ. നമ്മൾ അരച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് നല്ല മയത്തിൽ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കുമ്പളങ്ങ വെള്ളരിക്ക വേവിച്ച് വെച്ചതിനകത്തോട്ട് നമുക്കിടാം. അതൊന്ന് അരപ്പൊന്ന് ഇച്ചിരി ഒന്ന് തിളക്കണം കേട്ടോ. പച്ചമണമൊക്കെ മാറാൻ വേണ്ടി ഒന്ന് തിളപ്പിക്കണം നമുക്ക്. ഇനി 2-3 ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് തിളയ്ക്കാനുണ്ട് കേട്ടോ. നമ്മുടെ തേങ്ങ അരപ്പും ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചു കേട്ടോ. തിളച്ച് പച്ചമണമൊക്കെ മാറി വരുന്നത്. ഇനി നമുക്ക് തൈര് ഒഴിക്കാം. ഇത് പുളി കുറഞ്ഞ തൈരാണ്, അതാണ് ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തേട്ടെ. തൈര് ഒഴിച്ചിട്ട് തന്നെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ആവി തുടങ്ങുമ്പോഴേ നമ്മൾ മാറ്റിക്കോണേ. പിന്നെ നമുക്ക് വറവിടാനുണ്ട് കേട്ടോ. വറവിടേണ്ട സാധനങ്ങൾ ഇതാണ്: ചെറിയ ഉള്ളി, ഇച്ചിരി കരിവേപ്പില, പത്തലമുളക് കേട്ടോ. ഇത്ര മതി വറവിടാൻ കേട്ടോ. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനത് ഇതെല്ലാം ഒന്ന് തൈരൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. തൈര് ഒഴിച്ച് നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കോണം കേട്ടോ. പിന്നെ തൈര് തിളപ്പിച്ചാൽ പിന്നെ പിരിഞ്ഞു പോവേ. ജസ്റ്റ് പതുക്കെ ഒരു ആവി കയറുമ്പോഴേ ഓഫാക്കണം. നമ്മൾ വറവിടാൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ എണ്ണ ചൂടായി. അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവായും കുറച്ച് കടുകും കൂടി ഇട്ട് ഇടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വറവിടാനുള്ള സാധനങ്ങളെ ഈ അല്പം കുറച്ച് വെക്കണം കേട്ടോ. അല്ല കടുക് ഇതൊക്കെ കരിഞ്ഞു പോവേ. പൊട്ടിക്കഴിയുമ്പോൾ ഇച്ചിരി കുറച്ച് വെക്കണേ. നമുക്കിനി വറവിടാനുള്ള സാധനങ്ങൾ ഇടാവേ. നമ്മുടെ വറവിടാനുള്ള സാധനങ്ങൾക്ക് മൂത്തത് ഒത്തിരി ഓവറായിട്ട് മൂത്ത് പോയി വരുന്നത്. അപ്പം പിന്നെ കരിഞ്ഞ മണം വരും കേട്ടോ. അപ്പോൾ ഇത്ര ജസ്റ്റ് ഗോൾഡൻ ആയാൽ കേട്ടോ. ഇനി നമുക്കിത് ഇങ്ങോട്ട് തിരിച്ചിടണം കേട്ടോ. അപ്പം നമ്മൾ വറവിട്ട സാധനം ഇതിനകത്തോട്ട് ഇട്ടിട്ട്, അപ്പോൾ ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വറവ് ഇടുമ്പോൾ നമുക്ക് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇടുന്നത് നിങ്ങളെ കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ മോരുകറി വെക്കണം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് രാവിലെ ചാറുകറി കൊടുത്തു വിടണം. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ വെച്ച് 3 ദിവസത്തേക്ക് നമുക്ക് ഒരു കുഴപ്പം വരില്ല. നമുക്ക് ഫ്രിഡ്ജില്ലാത്തവർക്കും ഇത് പുറത്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി. തിളപ്പിക്കരുത് ഒരിക്കലും മോരുകറിയെ. മോരൊഴിച്ച് ഒരു സാധനം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പിയും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ ചെയ്യണേ. MK കുക്കിംഗ് റെസിപ്പീസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു.